പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 40-ൽ റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ റോക്കിനെതിരെയായിരിക്കും ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്ത നമുക്കിപ്പോൾ ലീക്കായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. ഇന്നലെ രാത്രി സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. സെത്ത് റോളിൻസ് വേഴ്സസ് ഗന്ധർ തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ കോഡി റോഡ്സ് വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചുമാണ് പങ്കുവച്ചത്. കമൻറ്റ് ബോക്സിൽ റോമൻ റെയിൻസിൻ്റെ അപ്ഡേറ്റ് ഒട്ടനവധി കൂട്ടുകാർ ചോദിച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് ലഭിക്കുകയുണ്ടായി. റസൽ വോട്ട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ റോമൻ റെയിൻസ് വേഴ്സസ് റോക്ക് തമ്മിലുള്ള ആ ഒരു മത്സരം നടക്കുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡിൻ്റെ ആ ഒരു റിപ്പോർട്ട് ശരിയാണെന്നാണ് റസൽ വോട്ട്സും ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. റസൽ വോട്ട്സ് പങ്കുവച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് തള്ളിക്കളയാൻ സാധിക്കില്ല. റോക്ക് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ആ ഒരു സ്റ്റോറിയുടെ ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടാണ് റോക്ക് റോയിൽ വന്ന് ഹെഡ് ഓഫ് ദ ടേബിൾ എന്നുള്ള ആ ഒരു ക്യാച്ച് പ്രൈസ് മെൻഷൻ ചെയ്തത് എന്നാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ റസൽമേനിയ 40-ൻ്റെ പ്ലാനുകളെല്ലാം ലീക്കായി വന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ വലിയ സീനായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ട്രിപ്പിൾ എച്ചുമായി അടുത്ത് നിൽക്കുന്ന സോഴ്സിൽ നിന്നാണ് സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡിന് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചത് എന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാനുകൾ ലീക്കായി ലഭിച്ചത് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ കൊടുത്തത്. അപ്പോൾ ട്രിപ്പിൾ എച്ചുമായിട്ടുള്ള ഇത്രയും അടുത്ത സോഴ്സ് ഇത്രയും വലിയ റസൽമേനിയ പോലെ സർപ്രൈസായി വെക്കേണ്ട മാച്ച് കാർഡുകളുടെ ഒരു ലിസ്റ്റ് ലീക്കായി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ബാക്ക് സ്റ്റേജിൽ അവരുടെ ആ ഒരു പ്രയത്നത്തിന് തീരെ വിലയില്ലാതാക്കുക ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിനെ ചൊല്ലി ബാക്ക് സ്റ്റേജിൽ ചില ഡിസ്കഷൻസ് അതുപോലെ തന്നെ അവരുടെ ഒരു അതൃപ്തി ഉണ്ടായിട്ടുണ്ടെന്നാണ് റസൽ വോട്ട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു പ്ലാനുകളിൽ മാറ്റം കൊണ്ടുവന്നേക്കാം എന്നുള്ളതും നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ റസൽമേനിയ 40-ലേക്ക് ഈ ഒരു 3 മത്സരങ്ങൾ, അതായത് ഇന്നലെ രാത്രി പങ്കുവച്ച വീഡിയോയിലെ 2 മത്സരങ്ങളും ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്ന റോക്ക് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു മത്സരവും ഏകദേശം ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നും പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.